بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى ഹിദായത്ത് നൽകിയ അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറയപ്പെട്ട ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ആളുകളാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അവർ മാത്രമാണ് നാളെ ആഖിറത്തിൽ വിജയിച്ചവർ. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണത്തിൽ വ്യതിചലിച്ചു പോയവർ ഫിന്നാർ, നരകത്തില്ല. അല്ലാഹു കാക്കട്ടെ. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വളരെ കണിശമായി പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിലാണ്. ഇത് കേട്ട സഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ഏക വിഭാഗം ആരാ? ഖാൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഇന്ന് ഏതൊന്നിലാണോ നിലകൊള്ളുന്നത്, അഥവാ ദീനിന്റെ നിലപാടുകളായി ഏത് നിലപാടിലാണോ നമ്മൾ ഉള്ളത്, അതിൽ ആരുണ്ടോ അവരാണ് ആ വിജയിച്ചവർ, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. അല്യവും അത് അണ്ടർലൈൻ ചെയ്യണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തോടെ ഉള്ള ആ കാലത്ത്, ആ ദിവസത്തിൽ. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിൽക്കാലത്ത് എന്തെങ്കിലും പുതുതായി നിർമ്മിതമായി ദീനിലേക്ക് ചേർത്ത് പറയപ്പെട്ടാലും അത് അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെടൂല. അഹ്ലുൽ ഹവയുടെ ആളുകളിലേക്ക് മാത്രമേ അത് ചേർക്കപ്പെടുകയുള്ളൂ. ജാറം തുറക്കുന്ന സംശയമില്ലല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു പരിചയവും ഇല്ലാത്ത സംഗതികൾ. അപ്പൊ അങ്ങനെ ആ ഒരു അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വ്യതിചലിച്ച ചില കക്ഷികളെ സംബന്ധിച്ചും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ ഉലമാക്കൾ, അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, യഥാർത്ഥത്തിൽ അവര് ദീനുൽ ഇസ്ലാമിനെ വരും തലമുറക്ക് കൈമാറാനായി കഠിനാധ്വാനം ചെയ്തതിന്റെ ഒരു വലിയ ഭാഗം അവരിൽ ചിലർ കല്യാണം പോലും മറന്നു എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല വിവാഹിതനല്ല, ഇമാം നവവി വിവാഹിതനല്ല. ആളുകൾ ചോദിക്കാറുണ്ട്, അന്നിക്കാഹു മിൻ സുന്നതി വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി എന്ന ഹദീസ് സഹീഹാണല്ലോ, പിന്നെ എങ്ങനെ ഈ സലഫുകളായ പണ്ഡിതന്മാരൊക്കെ അത് ചെയ്യാതിരുന്നു? അതിനുള്ള മറുപടി പിൽക്കാലത്തുള്ള ഉലമാക്കൾ തന്നത് ഇങ്ങനെയാ, അവർ ചെയ്യാതിരുന്നതല്ല, ആഗ്രഹിക്കാതിരുന്നതുമല്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, നിയ്യത്തുണ്ടായിരുന്നു, പക്ഷേ മറന്നുപോയി. കാരണം അവരുടെ ഫിക്ർ മുഴുവനും തഅലീമിലും തഅല്ലുമിലുമായി. കിതാബുകൾ വായിക്കുക, പഠിക്കുക, എഴുതുക, ആളുകൾക്ക് പ്രചരിപ്പിക്കുക, അതിലങ്ങ് മുഴുകി. പക്ഷെ അതിനെ പലരും വിമർശിക്കും. എന്നാൽ പിൽക്കാലത്ത് വന്ന ഭൗതികതയുടെ ആളുകളിൽ പലരും ഭൗതിക ചിന്താഗതിയിൽ അടിമപ്പെട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്ത് പറയും? കണ്ടോ, കല്യാണം വരെ മറന്ന് ശാരീരിക ഇച്ഛകൾ വരെ വേണ്ടാന്ന് വെച്ച് ഇതിനു വേണ്ടി അധ്വാനിച്ചതാണ് ഇവർ. അതിനു മുമ്പേ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അത് നിർവഹിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി. ശൈഖ് അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ത്വലാഖ് കൊടുത്തത് ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം സമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഭാര്യയോട് ഹക്കുണ്ട്, അത് കൊടുക്കാൻ കഴിയുന്നില്ല. വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, എന്റെ അവസ്ഥ എങ്ങനെയാണ്, എനിക്ക് പോണെങ്കിൽ പോവാം, പോയി. ആ ഉലമാക്കൾ വളരെ കൃത്യമായി അഹ്ലുസുന്നയുടെ നിലപാട് എന്തായിരിക്കണം ഇന്ന വിഷയത്തിൽ എന്ന് വിശദീകരിച്ച് തന്നു. അതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി. എന്തിന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വക്താക്കളായ നമ്മളുടെ അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ കൃത്യമായിരിക്കണം.
ഇല്ലില്ല. വിവാഹം യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. സഹിഹ ഹദീസ്. യുവാക്കളെ, നിങ്ങളിൽ ആർക്കാണോ വിവാഹത്തിനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നത് ഫൽയതസവ്വജ്, ഓൻ കല്യാണം കഴിക്കട്ടെ. അംറാണ്. ആ അംറ് സൂചിപ്പിക്കുന്നത് വാജിബിനെ. കാരണം സ്വയം കല്യാണം ചെയ്തു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കളെ കല്യാണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു, അതിന്റെ ഫദായിലും പറഞ്ഞു തന്നു. അപ്പൊ അത് അംറുൻ വാജിബ്, നിർബന്ധമാണ്. അങ്ങനെ കല്യാണം കഴിച്ചാൽ ഉള്ള ഗുണം ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി, അവന്റെ ദീനിന്റെ 2/3 സംരക്ഷിക്കപ്പെട്ടു. കാരണം ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, നിക്കാഹ് എന്നുള്ളത് കണ്ണിനെ താഴ്ത്തിയിടാനും ജീവിത പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനും വളരെ നല്ലതാണ്. വഅഹ്സനു ലിൽ ഫർജ്, ഗുഹ്യസ്ഥാനം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ ഒരു കോട്ടയാണ് ഹലാലായ നിക്കാഹ്. കഴിച്ചേ പറ്റുള്ളൂ. എത്ര? 4 വരെ. പറയാൻ മടിക്കാനൊന്നും പാടില്ല. 4 വരെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. വേണം. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നീതി കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്നേ പാടുള്ളൂ. പക്ഷെ അതിനെ കളിയാക്കരുത്. വെരി ഡേഞ്ചർ. പ്രത്യേകിച്ച് നമ്മളെ സഹോദരിമാര് കുഫറാണ്. രണ്ടും ബഹുഭാര്യത്വം എന്ന് പറയുന്ന സംഗതിയെ ഒരുത്തം പരിഹസിച്ചാൽ അത് ഏതിൽ പെടുന്നറിയോ? മിൻ നവാഖിദുൽ ഇസ്ലാം. മൻ ഇസ്തഹ്സഅ ബിശൈഇൻ മിമ്മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സവാബിൻ ഔ ഇഖാബിൻ കഫറ ഇജ്മാഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ പരിഹസിച്ചാൽ ഇജ്മാഅൻ ഫഹുവ കാഫിർ, ഇസ്ലാം എന്ന് പുറത്താവും. തുല്യമാണ്. ഒന്നുകൂടി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതിന്റെ തെളിവെന്താ ശൈഖുൽ ഇസ്ലാം പറഞ്ഞെന്നറിയോ? അള്ളാഹു പറഞ്ഞു സൂറത്തു തൗബ, ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും. അതായത് തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ചില ആളുകൾ യോദ്ധാക്കളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി വെറുതെ 2 വർത്താനം പറഞ്ഞു. ഇതെന്ത് പട്ടാളക്കാർ, ശത്രുക്കളെ കണ്ട പേടിച്ചോടുന്ന ആൾക്കാർ, എന്നാലോ ഭക്ഷണം കണ്ട തീറ്റക്കൊതിയന്മാരും, ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊരു സഹാബി കേട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുന്നതിന്റെ മുമ്പ് ജിബ്രീൽ ആയത്തും കൊണ്ടുവന്നു. ഇപ്പൊ ചില ആൾക്കാർ വരും, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, കളിതമാശക്ക് പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതല്ല. അള്ളാഹു പറഞ്ഞു ഖുൽ, നബിയെ നിങ്ങൾ ചോദിക്കുക അവരോട്, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹിനെ കൊണ്ടും അള്ളാന്റെ റസൂലിനെ കൊണ്ടും അവന്റെ ആയത്തുകളെ കൊണ്ടുമാണോ നിങ്ങൾ കളിതമാശയാക്കുന്നത്? ഖദ് കഫർതും, നിങ്ങൾ കാഫിറായിരിക്കുന്നു. ബഅദ ഈമാനിക്കും, എന്താ അർത്ഥം? നിങ്ങൾ മുഅ്മിനായിരുന്നു, ഇപ്പൊ നിങ്ങൾ കാഫിറായി. ലാ തഅ്തദിറു, ഒരു കാരണവും പറയണ്ട. ഹദീസിന്റെ റാവി പറയാണ്, ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ പിറകിൽ പിടിച്ച് കാലി വലിച്ചിഴച്ച് നടക്കുന്ന ഒട്ടകത്തിന്റെ കൂടെ അയാളെ വായിൽ നിന്ന് വെള്ളമടിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. തമാശക്ക് പറഞ്ഞ നബിയെ, കാര്യമായിട്ട് പറഞ്ഞല്ല, വെറുതെ പറഞ്ഞതാ. ഇത് കേൾക്കുമ്പോൾ റസൂൽ പറയുന്നുണ്ട് ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനെ ആവുള്ളൂ, പരിഹസിച്ചവൻ കാഫിറാവും. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ അഹ്ലുസ് സുന്ന വൽ ജമാഅയിൽ നിന്നും വ്യതിചലിച്ചു പോയ ആളുകളുടെ നിലപാടുകൾ ഇന്നതാണ്. അത് നമുക്കുണ്ടായിക്കൂടാ, ഉണ്ടെങ്കിൽ നമ്മളും ആ കൂട്ടത്തിൽ പെടും. ആ ഒരു സംരക്ഷണത്തിനാണ് ഉലമാക്കൾ ഇതേപോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ തന്നത്. ഇത് യഥാർത്ഥത്തിൽ വായിക്കേണ്ടതും പഠിക്കേണ്ടതും കേൾക്കേണ്ടതും മുവഹിദുകളാണ്, ഖുറാഫികളല്ല. കാരണം ഖുറാഫികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒരു നിയമവും അവർക്ക് ബാധകമേ അല്ല. വേഷത്തിലും കോലത്തിലും നമ്മൾ എങ്ങനെ അവരെ കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു ദുഃഖസത്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. നമ്മൾ അങ്ങനെയൊക്കെ പ്രസംഗിക്കുമെങ്കിലും അങ്ങനെയൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊക്കെ എഴുതുമെങ്കിലും നമ്മളെ മോള കല്യാണത്തിനും കാമികത്വം വഹിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന പുരോഹിതനാണ്. അതെന്തിനാണത്? എന്തോ ഒന്ന് ഒപ്പിക്കാൻ, നാട്ടിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്. അതേസമയത്ത് അപ്പോഴത്തെ അമ്പലത്തിലെ പൂജാരിനെ വിളിക്കുവോ കാർമ്മികത്വം വഹിക്കാൻ?
ഇല്ല. എന്തുകൊണ്ട്? അയ്യോ, അയാളെങ്ങനെ ഇപ്പൊ വിളിക്കുക? അപ്പൊ ഇയാളോ മുത്തുക്കോയല്ല, നമ്മളെ ജിഫിരി മുത്തുക്കോയ. അയാൾ ഇപ്പം പറയുന്ന വെച്ചാല് ജസദിൽ നിന്ന് റൂഹ് പിരിഞ്ഞതിന് ശേഷമാണ് ആ റൂഹിന് ശരിക്കുള്ള ശക്തി കിട്ടുക. അപ്പൊ എന്താവും? മരിച്ചതിന് ശേഷമുള്ള ഉലിയാക്കളുടെ റൂഹുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാവും. അപ്പൊ വിളിച്ചാൽ പെട്ടെന്ന് വിളിക്കുത്തരം കിട്ടും. അപ്പൊ അള്ളാന്റെ കഴിവ് ആ മുത്തുക്കോയുണ്ട് നമ്മുടെ കാർമ്മികത്വം വഹിക്കാൻ. ആരുടെ? മുവഹിദിന്റെ മോളമംഗലത്തിൽ. പിന്നെ എന്താ ആദർശം നമ്മൾ പറയുന്നു? പിന്നെന്ത് കൂറ നമ്മൾ പറയുന്ന ആദർശത്തിനുള്ളത്? പിന്നെ സലഫുകളോടുള്ള നമ്മളുടെ ആത്മാർത്ഥത എന്താണ്? ഇങ്ങനെ ഒപ്പിക്കാനാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒപ്പിക്കാമായിരുന്നുവെങ്കിൽ ഇപ്പറഞ്ഞ ഒരു പീഡനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തൗഹീദിന്റെ വഴി കല്ലുകളും മുള്ളുകളും കുപ്പിച്ചില്ലും നിറഞ്ഞ വഴിയാണ്, പരവതാനികളല്ല. ചരിത്രത്തിൽ എവിടെയും തൗഹീദിന്റെ വക്താക്കളോ തൗഹീദിന്റെ പ്രബോധകരോ നേരെ ചൊവ്വേ പരവതാനിക്കൂടി നടന്നിട്ടില്ല. അവരെ കാലിലും കയ്യിലും കാലിലും കല്ലും മുള്ളും തറച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയേ ഉണ്ടാവുള്ളൂ. ചമക്ക് റസൂലുള്ളാഹി എന്ത് സഹിച്ചോട്ടെ, നമ്മുടെ നാട്ടില് പ്രതാപികളാണ്, ഇസ്സത്തുള്ളവരാണ്, തറവാടികളാണ്, അതിന് പോരായ്മ വരുന്നൊന്നും നമ്മളെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ. ഇല്ല, തൗഹീദും അതും ചേരൂല. തൗഹീദും പാരമ്പര്യവും ചേരൂല. തൗഹീദും നാട്ടു നടപ്പും ചേരൂല. അതെങ്ങനെയാണ് അന്നും ഇന്നും തൗഹീദിന്റെ ചരിത്രം. ഖൈർ, ആ കൂട്ടത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയും അതേപോലെ ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള രണ്ട് കാര്യത്തിലുള്ള നിലപാടിലുള്ള വ്യതിചലനമാണ്. ഒന്ന് അള്ളാഹുവിന്റെ വഅദകൾ, മറ്റൊന്ന് അള്ളാഹുവിന്റെ വഈദുകൾ. വഅദയും വഈദും. എന്താ വഅദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അർത്ഥം എന്താ? വഅദ വാഗ്ദാനങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇന്ന പ്രതിഫലമുണ്ട്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം തരും, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ. വഈദ് എന്ന് പറഞ്ഞാൽ താക്കീതുകൾ. ഇങ്ങനെ ചെയ്താൽ ഇന്ന കുറ്റമുണ്ട്, ഇന്ന കുറ്റമുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ അഹ്ലുസുന്നക്ക് ഒരു നിലപാടുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചവർക്ക് തെറ്റായിട്ടുള്ള ഒരു നിലപാടും ഉണ്ട്. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണം. അതാണ് ഇത് പറയാൻ പോകുന്നത്. അഹ്ലുസുന്ന വസതുൻ ഫി തആമുലി മഅ നുസൂസിൽ വഅദി വൽ വഈദ്. വഅദിലും വഈദിലുമായി വന്നിട്ടുള്ള നസ്സുകളിൽ അഹ്ലുസുന്നക്ക് മധ്യമമായ ഒരു നിലപാടുണ്ട്. നസ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും. ഫഹും വസതുൻ ബൈനൽ മുർജിഅതി വൽ വഈദിയ്യ. അഹ്ലുസുന്നയിൽ നിന്നും വേർപെട്ടു പോയ രണ്ട് പിഴച്ച വിഭാഗങ്ങളുടെ പേരാണ് ഈ പറഞ്ഞ. ഒന്ന് അൽ മുർജിഅ, മറ്റൊന്ന് വഈദിയ്യ. ഇതാണ് രണ്ടുപേർ. വഈദിയ്യ എന്ന് പറഞ്ഞ കൂട്ടക്കാര് ഖവാരിജികളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ഇവരെല്ലാം വ്യത്യസ്ത വിഭാഗങ്ങളാണ്. അതായത് അഹ്ലുസുന്നയിൽ നിന്നും ഒരുത്തനൊരു പാർട്ടിയായി പോയാൽ ആ പാർട്ടി പിന്നെയും പാർട്ടിയാവും. അത് ഖിയാമത്ത് നാൾ വരെ പല 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 പാർട്ടികളായി പോയിക്കൊണ്ടിരിക്കും. ഓരോന്നിനും ചിലപ്പം ചെറിയ കാര്യത്തിലായിരിക്കും മറ്റതിനോട് വിയോജിപ്പുണ്ടാവുക. അതുകൊണ്ട് തന്നെ വ്യതിചലിച്ചവരാണിവർ എന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ ക്ലാസ് കേൾക്കലോ അവരുടെ എഴുത്ത് വായിക്കലോ അവരുമായി കൂടലോ അഹ്ലുസുന്നക്ക് ഭൂഷണമല്ല. എന്തുകൊണ്ട്? ചിലപ്പോ ചെറിയ സംഗതിയിലായിരിക്കും വ്യതിചലിച്ചിട്ടുണ്ടാവുക. കേൾക്കാൻ തയ്യാറായാൽ ബാക്കി പറയുന്ന ഒരുപാട് ഹക്കിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ ബാത്തിലും നമ്മൾ വിഴുങ്ങും. അപകടം സംഭവിക്കുക നമ്മളുടെ അഖീദക്കാണ്, നമ്മളുടെ നിലപാടിനാണ്. ജൂതന്മാരുടെ ജോലി അള്ളാഹു ചോദിച്ചല്ലേ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. കൂട്ടിക്കലർത്തിയിട്ടേ പറയുള്ളൂ. മങ്കൂസ് മൗലിദ് പോലെ. മങ്കൂസ് മൗലിദ് ഇഷ്ടം പോലെ മദ്ഹുണ്ട്, അതിന് സംശയമില്ല. പക്ഷെ ഇതിന്റെ കൂടെ എന്ത് കൂട്ടി? ശിർക്കിന്റെ വരികളും കൂട്ടിയ പോലെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പറ്റൂല. റാസിഖായ ഇൽമുള്ളവൻ ഒഴികെ. പക്ഷെ ആരാണത് കേൾക്കേണ്ടത്? ആരാണോ അഹ്ലുസുന്നയുടെ നിലപാടുകളിൽ അടിയുറച്ച ഇൽമുള്ളവൻ അവൻ കേൾക്കണം. എന്തിന്? തിരുത്തി കൊടുക്കാൻ, അംഗീകരിക്കാനല്ല, തിരുത്തി കൊടുക്കാൻ. അവിടെയല്ലേ ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾക്ക് ഹക്കും ബാത്തിലും തമ്മിലുള്ള സംവാദത്തിൽ ഏർപ്പെടാം,
പക്ഷെ സംവദിക്കേണ്ടത് ആര്? ഹക്കിന്റെ വിഷയത്തിൽ റാസിഖായ ഇൽമുള്ള ആലിം. ഇല്ലെങ്കിൽ മറ്റോ എന്ത് ചെയ്യും? ഇവനെ പെടുത്തും. ഇവൻ പരുക്ക് പോയിട്ട് ശരി എന്നെ അയാൾ പറഞ്ഞിരുന്നോ സംതിങ് ഉണ്ട് പോയി. കാരണം ഇൽമില്ല. ഇൽമുള്ളവരെ സംവദിക്കാമോ? നമ്മൾ കട്ടൻ ചായ രാവിലെ പരിചയത്തിനും ചായ അടിക്കാൻ വേണ്ടി പോയിട്ട് ഇരിക്കുമ്പോ അതങ്ങനെ ഇതിങ്ങനെ മറ്റൊരു ഷാഫി പറഞ്ഞിരി ഇത് നമ്മളെ അബൂനിഫിന്റെ അഭിപ്രായം അല്ലേ, മാലിക് എങ്ങനെയാ പറയുന്നത് കേട്ടത്, സ്കൂളായിട്ട് പാടില്ല. റമദാന് തൗറാത്തും കൊണ്ട് വന്നു റസൂലുള്ളാഹിന്റെ മുമ്പില്. അപ്പോഴാ മുഖത്ത് ദേഷ്യത്തിന്റെ അടയാളങ്ങൾ വന്നത്. ഉമർ ഉടനെ തന്നെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. അപ്പോഴാ പറഞ്ഞത് ലൗ കാന മൂസ ഹയ്യൻ മാ വസഅഹു ഇല്ല ഇത്തിബാഇ. ഉമറേ, ഇനി മൂസ ജീവനോടെ വന്നു നോക്കുക, എന്നിട്ട് പറയാ എനിക്ക് തൗറാത്തിന്റെ ശരീഅത്തുണ്ട്. എന്റെ ശരീഅത്ത് ഇത്തിബാ ചെയ്യലല്ലാതെ വേറെ വഴി ഇനി മൂസാക്കൂല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ നിലവില് സോഷ്യൽ മീഡിയയിൽ മുസ്തഫ മൗലവിന്റെ ക്ലിപ്പുകളാണ് കൂടുതൽ പ്രചരിക്കുന്നത്. അധികം കേൾക്കരുത്. അത് ഗ്രൂപ്പ് പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ ഇടുന്നുണ്ടാവും. എന്തിനാ നിൽക്കുന്നറിയോ? അത് കേട്ട് കുടുംബക്കാരൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞോട്ടെ, ശ്രദ്ധിച്ചോട്ടെ. കുടുങ്ങിയിട്ടുണ്ട്. മടിക്കേരി ഖുതുബ പറയുന്ന മഹല്ല്, ഇവരത് കേൾക്കും ചിലപ്പോ. കേൾക്കട്ടെ, അല്ലാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അവിടെ മൻഹജുസ് സലഫിന് വിത്തിട്ട ആള്, അന്നയാളുടെ ജോഷ്, തൗഹീദിന് വേണ്ടിയിട്ടുള്ള അധ്വാനം, ജാറങ്ങളുടെ ഉള്ളിൽ ചെന്നിട്ട് ലഘുലേഖ വിതരണം ചെയ്തിട്ട് അടി കൊണ്ട് ബോധം കിട്ടുന്നുണ്ടായ ജാറത്തിന്റെ ഉള്ളിൽ. അന്ന് ആദ്യത്തെ ഖുതുബക്ക് അവിടെ പോകുന്ന സമയം ടിന്നിന്റെ തകിട് കൊണ്ട് മറച്ച പള്ളിയാണ്, മലയാണ്. ചില സമയത്ത് ഭയങ്കര കാറ്റ് വരും. കാറ്റത്ത് ഈ പള്ളിയുടെ ഇതുണ്ടല്ലോ ടിന്ന്, അത് തന്നെ പൊന്തിട്ടങ്ങ് പോകും. ഇങ്ങനെ പൊന്തിട്ട് താഴെ നിൽക്കും. വീണാൽ നമ്മളതിന്റെ അടിയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സ്ഥലം. പക്ഷെ അവരുടെ കഠിനാധ്വാനം, ആളുകൾ വരാൻ തുടങ്ങി, വന്നു വന്നു വന്നു. ഇന്ന് ഒരു സെഫിൽ 40 ആക്കി നിൽക്കാൻ പറ്റിയ പള്ളിയാണ് വടക്കേരിയിൽ. അങ്ങനെ ഒരു 30 സെഫെങ്കിലും ഉണ്ടാവും വീതിയിൽ. അത്ര മനോഹരമായി 500-ലധികം ആളുകൾ ഖുതുബക്ക് പങ്കെടുക്കുന്നു. പക്ഷെ ഇന്ന് അയാള് ജബ്ബാർ മാഷിന്റെ ഫാനാണ്. പോയി ഒരു ദിവസം അയാൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ കിട്ടും. അവിടെ നാട്ടിലുള്ള ഒരു ഗ്രൂപ്പിൽ അയാൾ മരിച്ച പോലെ കിടക്കുന്നു, മൂക്കിൽ പന്നിയെല്ലാം വെച്ചിട്ടുണ്ട്. എന്റെ താരെന്താ പറയുന്നറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് അള്ളാനെയും കണ്ടിട്ട് വന്ന്. ആ ഒറ്റ കലിമത്ത് കൊണ്ട് അയാൾ മുർത്തദ്ദായി, അയാൾ കാഫിറായി. കഴിഞ്ഞ റമദാൻ നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ അതിലൊന്ന് അങ്ങനെയാണ് പെട്ടുപോവുക. അയാൾ പറഞ്ഞു നോമ്പ് എടുക്കുന്നെങ്കിൽ എടുത്താൽ മതി എന്ന ഖുർആാനുള്ളത്. റമദാനിൽ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി എന്ന ഖുർആാനുണ്ട്. ഞാൻ ചോദിച്ചു തെളിവ്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ നുഖർ വഅലൽ ലദീന യുതീഖൂനഹു. ഇനി നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ തന്നെ എന്ത് ചെയ്യാം? ഒഴിവാക്കിയിട്ട് പകരം എന്തെങ്കിലും കൊടുത്താൽ മതിയാവും. ഫിദിയത്തുൻ തആമു മിസ്കീൻ ഫമൻ തതവഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് എന്താണ്? സാധിക്കുന്നവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ഇതാണ് പഠിപ്പിച്ചു വെച്ചത്. ഇത് കേട്ടപ്പോ ഖുർആനാണ്, ആയത്താണ്, നസ്സാണ്, തെളിവാണ്. ഞാൻ പറഞ്ഞ അതിന് ശേഷമുള്ള ആയത്ത് എന്താ അറിയില്ല. ശേഷമുള്ള ആയത്ത് അറിയില്ല. കാരണം ഇത് ആദ്യത്തെ നിയമം, നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് വന്ന ആദ്യത്തെ ആയത്ത്. അതിനുശേഷം പിന്നെ വന്നു, അത് തിരുത്തിയിട്ട് വേറെ വന്നു. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. വാജിബായി. അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും സന്നിധനായിട്ടുണ്ടെങ്കിൽ നോമ്പെടുത്ത് കൊള്ളട്ടെ. ഇത് ഓതിക്കൊടുക്കൂല. ഇയാൾ പെട്ടുപോയതിന്റെ കാരണം എന്താ? ഈ ഇൽമില്ല. റാസിഖായ ഇൽമുള്ളവരല്ലാതെ അങ്ങനത്തെ പരിപാടികൾ കേൾക്കാൻ പാടില്ല. ഖബറില്ല, ഖബറിന്റെ ഉള്ളിലുള്ള സവാബും ഇഖാബും ഇല്ല, അതിൻ്റെ ഉള്ളിൽ ചോദ്യവും ഇല്ല, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ പിടിച്ചിരിക്കുക, അടിക്കാൻ വേണ്ടി എങ്ങനെ വടി പൊന്തിക്കുക, ഈ ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാം കേൾക്കുന്നത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള ചില വഅദകൾ, അതേപോലെ വഈദുകൾ. ഈ രണ്ട് വഅദിലും വഈദിലും അഹ്ലുസുന്ന വൽ ജമാഅക്ക് രണ്ട്
മധ്യമമായ ഒരു നിലപാടുണ്ട്. അതിൽ മുർജിഅ എന്ന് പറയുന്ന ഒരു വിഭാഗവും വഈദിയ എന്ന് പറയുന്ന വിഭാഗവും വ്യതിചലിച്ചിട്ടുണ്ട്. മുർജിഅക്കാരും വഈദിയക്കാരും. جاء في كتاب الله عز وجل وسنة رسوله صلى الله عليه وسلم كثير من الآيات والأحاديث التي تدل على وعد الله عز وجل للمؤمنين والمطيعين. ഖുർആനിലും ഹദീസിലും ഒരുപാട് ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. സത്യവിശ്വാസികളായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനുകൾക്കുള്ള സവാബ് ഇങ്ങനെ നൽകപ്പെടും എന്ന വാഗ്ദാനങ്ങൾ. അതേസമയം وأنه أعد لهم جنات تجري من تحتها الأنهار, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമുണ്ട് എന്ന വാഅദ വന്നിട്ടുണ്ട്. ووعدهم بألوان من الأجر والجزاء, ഇന്ന കൂലി ഇന്ന പ്രതിഫലം, അങ്ങനെ പലതും വാഅദയായി വാഗ്ദാനമായി വന്നിട്ടുണ്ട്. ومغفرة الذنوب, പാപങ്ങൾ പുറത്തെടുക്കുന്നുള്ള വാഅദ വന്നിട്ടുണ്ട് ശിർക്കൊഴികെ. وتكفير السيئات, തിന്മകളൊക്കെ മാപ്പാക്കി കിട്ടുന്ന ചില പ്രവൃത്തികൾ അതും വാഅദ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാഅദ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വാഅദയാണ് അല്ലാഹു പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു. ഈ ലാ തഖ്നതു എന്നത് വാഅദയാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ നിരാശരാവണ്ട, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, അവൻ പൊറുത്തേരും. ഹദീസിൽ വന്ന മറ്റൊരു കാര്യം, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ നായിമുൻ അലൈഹി സൗബുൻ അബ്യദ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ള വസ്ത്രം ധരിച്ച് ഉറങ്ങുകയായിരുന്നു. ثم اتيته فاذا هو نائم, ഞാൻ പിന്നെയും വന്ന് നോക്കി, അപ്പോഴും ഉറക്കിലാണ്. ثم اتيته, മൂന്നാമതും വന്നു, فقد استيقظ, അപ്പോൾ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. فجلست اليه, ഞാൻ അടുത്തു പോയിട്ടിരുന്നു. ഭാഗ്യവാന്മാരാണ്, അതാണ് സഹാബാക്കളുടെ ഭാഗ്യം. അടുത്തു പോയിട്ടിരുന്നു. فقال, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ما من عبد قال لا اله الا الله ثم مات على ذلك الا دخل الجنه. ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. വഅദയ, തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വഇൻ സന വഇൻ സരിഖ്, അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ കളവ് നടത്തിയിട്ടുണ്ടെങ്കിലോ? ഖാല വഇൻ സന വഇൻ സരിഖ്, അയാൾ സിനാ ചെയ്തിട്ടുണ്ടെങ്കിലും കട്ടിട്ടുണ്ടെങ്കിലും അയാൾ സ്വർഗത്തിൽ പോകും. ഖുൽതു, അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, വഇൻ സന വഇൻ സരിഖ്, അത്ഭുതമായി, സിനാ ചെയ്താലും കളവ് നടത്തിയാലും? റസൂലുള്ളാഹി പറഞ്ഞു, വഇൻ സന വഇൻ സരിഖ് ثلاثا, 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. ثم قال في الرابعه, 4ാമത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, അലാ റഗ്മി അൻഫി അബീ ദർ, അതൊരു അറബിയിലുള്ള പ്രയോഗമാണ്. അബൂദറിന്റെ മുഖം മണ്ണിൽ മുട്ടട്ടെ. ഈ 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ട് അബൂദറിന്റെ ചോദ്യം ആവർത്തിക്കൊണ്ട് അത്ഭുതപ്പെടേണ്ട അബൂദർ, അങ്ങനെ തന്നെ കാര്യം. അയാൾ സിനായും ചെയ്തു, കളവും നടത്തി, എന്നാലും തൗഹീദ് ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അബൂദർ പറയാൻ റളിയല്ലാഹു അൻഹു, فخرج ابو ذر وهو يقول, ഇത് കേട്ടിട്ട് അവിടുന്ന് അബൂദർ പുറത്തേക്ക് ഇങ്ങനെ വന്നു. എന്തു പറഞ്ഞുകൊണ്ട്? وان رغم انف ابي ذر, അബൂദറിനെ പറഞ്ഞു പിടിച്ചിട്ടില്ലെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞത് സത്യമാണ്, ദിനാ ചെയ്താലും കളവ് നടത്തിയാലും തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകും. ഇത് വഅദയാണ്. അതിനർത്ഥം എന്തല്ല? ഈ ഹദീസിന് അർത്ഥം എന്തല്ല? മുവഹിദാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം? അതല്ല, അത് വരുന്നുണ്ട്, നമ്മൾ ഈ വിഷയത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വഅദയാണ്, റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് തന്നൊരു വാഗ്ദാനമാണ്. وجاء كذلك في الكتاب والسنة آيات وأحاديث كثيرة, ഇതേപോലെ ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. ഇതിലൊക്കെ അള്ളാഹുവിന്റെ വഅദയോ അല്ലെങ്കിൽ വഈദോ വന്നിട്ടുണ്ട്. പിന്നെ ചില താക്കീതുകൾ. എന്താ താക്കീദിന്റെ ഒരു ഉദാഹരണം? അള്ളാഹു പറഞ്ഞു, ومن يقتل مؤمنا متعمدا فجزاؤه جهنم, ആരെങ്കിലും മനഃപൂർവ്വം ഒരു സത്യവിശ്വാസിയെ കൊല്ലുകയാണെങ്കിൽ അയാളുടെ പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അതിന് ശാശ്വതനാണ്. വഗദിബ അല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം ഉണ്ടാവും അവന്റെ മേൽ. വലഅനഹു, അവന്റെ ശാപമുണ്ടാകും. വഅഅദ്ദ ലഹു അദാബൻ അദീമ, വളരെ കടുപ്പമുള്ള അദാബ് ആ കൊലപാതകിക്ക് ഉണ്ടാവും. ഇത് വഈദാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള താക്കീദാണ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ ചീത്ത വിളിക്കൽ തോന്നിവാസമാണ്.
വഖിതാലുഹു കുഫ്റുൻ, മുഅ്മിൻ മുസ്ലിമിനെ കൊല്ലല് കുഫ്റാൻ. ഇത് വഈദാൻ, വഅദ വഈദ്. പക്ഷേ ഇനിയാണ് വിഷയം, ഈ വാഗ്ദാനങ്ങളെയും ഈ വഈദുകളെയും അഹ്ലുസുന്ന വൽ ജമാഅ കാണുന്ന നിലപാട് ചില ഷർത്തുകളോട് കൂടിയാണ്. എന്താന്ന് വെച്ചാല് ആ നിബന്ധനകൾ പാലിക്കാതെ മുർജിഅക്കാരും ഈ വഈദിയക്കാരും അതിനെ സ്വീകരിച്ചു. അപ്പൊ അവർക്ക് തെറ്റി. എന്താ അഹ്ലുസുന്നന്റെ നിലപാട്? അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന വഅദ, അതിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അത് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമോ അത് ചെയ്താലേ അത് കിട്ടുള്ളൂ. നമുക്കത് ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമായി വരുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അതിനെ ഒഴിവാക്കിയാലേ നമുക്കത് കിട്ടുള്ളൂ. ഇത് രണ്ട് നിബന്ധനയാണ്. ഉദാഹരണം പറയാം. അള്ളാഹു പറഞ്ഞു, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ. ഉജീബു ആണ് വഅദ. എന്റെ അടിമ അങ്ങയോട് എന്നെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅ. ആ അടിമ ദുആ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഉത്തരം നൽകും. വഅദ. അഹ്ലുസുന്ന മനസ്സിലാക്കുന്നത് ഈ വഅദയെ അങ്ങനെ ആര് എപ്പോ എങ്ങനെ എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കൂന്നല്ല, മറിച്ച് അള്ളാഹു നമ്മുടെ ദുആഇന് ഉത്തരം തരാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഉത്തരം കിട്ടാനായി നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യണം. രണ്ട്, ഉത്തരം കിട്ടുന്നതിൽ നിന്ന് തടസ്സമാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ ഒഴിവാക്കണം. ഇത് രണ്ടും പാലിച്ചാലേ ആ ദുആഇന് ഇജാബത്ത് ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു ഈ ആയത്തിന്റെ ബാക്കി, അതുകൊണ്ട് ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി, നിങ്ങൾ എന്നോട് ഇജാബത്തിന് ആവശ്യപ്പെടണം. എങ്ങനെ ഇജാബത്തിന് ആവശ്യപ്പെടുക? അനുസരിച്ചുകൊണ്ട്. അല്ലാഹ് ഇങ്ങോട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ സംഗതികൾ ഒന്നും ചെയ്യാതെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തതിന് വേണ്ടി മാത്രം ചോദിച്ചാൽ കിട്ടണം. ചിലപ്പോൾ കിട്ടിയേക്കാം, ഉറപ്പല്ല കേട്ടോ. ചിലപ്പോൾ ഉദാഹരണത്തിന് തോന്നിവാസി, ഒരു വൃത്തികെട്ടവൻ, കുരുത്തം കെട്ടവൻ, ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയും ഇല്ലാത്തവൻ, അവന്റെ ദുആവും ചിലപ്പോൾ നിബന്ധനകളൊന്നുമില്ലാതെ അള്ളാഹു സ്വീകരിച്ചേക്കാം. പക്ഷെ അത് ചാൻസ് കുറവാണ്. അതിന് ചാൻസ് ഫൽയസ്തജീബൂലി, എന്നോട് ചെയ്യാനുള്ള നീ ചെയ്, അപ്പൊ ഞാൻ നിനക്കും ചെയ്തു തരാം. ഒരു നിബന്ധന, അതായത് അങ്ങോട്ട് ചെയ്താൽ ഇത് കിട്ടും. രണ്ടാമത്തേത്, കിട്ടുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ റജുലുൻ അശ്അസ അഗ്ബറ യമദ്ദു യുതീലു السفر യമദ്ദു യദൈഹി ഇല السماء യഖൂലു യാ റബ്ബി യാ റബ്ബ്. താടിയും മുടിയൊക്കെ ജട പിടിച്ച, വസ്ത്രം അഴുക്ക് പുരണ്ട, ദീർഘദൂര യാത്രക്കാരനായ ഒരാൾ കൈ ആകാശത്തേക്ക് പോക്കിയിട്ട് വിളിക്കുന്നു യാ റബ്ബി യാ റബ്ബ്. പക്ഷേ മത്അമുഹു ഹറാം, ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, വെള്ളം ഹറാമാണ്. ഗുദ്ദിയ ബിൽ ഹറാം, വളർന്നു വന്നതേ ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാൻ? അന്ന എന്ന വാക്കിന് അർത്ഥം അറബിയിൽ ബഉദ. എന്താ അർത്ഥം? ബഉദ, ദൂരെയാവുക. അതായത് ഇവന് ഉത്തരം കിട്ടാൻ ചാൻസ് കുറവാണ്. ചിലപ്പം ഇവനും എന്തായേക്കാം, കിട്ടിയേക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പൊ ഈ ആയത്തെന്നും ഈ ഹദീസെന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരാൾക്ക് അള്ളാഹു തന്ന വഅദ ലഭിക്കണമെങ്കിൽ അത് ലഭിക്കാനായി മറ്റെന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അതിനോടൊപ്പം അത് ലഭിക്കുന്നതിൽ ഇത് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്നതിനോടൊപ്പം എന്നാൽ തടസ്സം നിൽക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തുണ്ടോ അതിനെ ഒഴിവാക്കുകയും വേണം, എന്നാലേ ആ വഅദ പൂർത്തി. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ ഇതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു ആര്? മുർജിഅക്കാരും വഈദിയക്കാരും. മുർജിഅക്കാർ എന്ത് പറഞ്ഞു? അഖദൂ ബിനുസൂസിൽ വഅദി വതറകൂ നുസൂസൽ വഈദ്. അവർ അല്ലാഹു നമുക്ക് ഇങ്ങോട്ട് തന്ന വഅദകളുടെ നസ്സുകളെ മാത്രം സ്വീകരിച്ചു, വഈദുകളെ പൂർണ്ണമായും ഒഴിവാക്കി. അതായത് ഈ നിബന്ധനകൾ, അതായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോയി. അതിനോടൊപ്പം അള്ളാഹു എന്ത് വെച്ചിട്ടില്ല?
പക്ഷെ തെറ്റ് ചെയ്യാതിരുന്നാൽ, ശിർക്ക് ചെയ്യാതിരുന്നാൽ, കുഫർ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കലിമ പറഞ്ഞാൽ തെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളിന് വിചരിച്ചാലും കള്ളുകുടിച്ചാലും തോന്നിവാസിയായാലും കലിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പോകും, സ്വർഗത്തിൽ പോകും. വഅദ പിടിച്ചു, വഅദ മാത്രം. അള്ളാഹു പൊറുക്കുന്നവരാണ്, അള്ളാന്റെ വഅദയാണ്. അതുകൊണ്ട് അടിമ എന്ത് ചെയ്താലും പ്രശ്നമില്ല. കള്ളുകുടിക്കും, അവര് പെണ്ണുപിടിക്കാൻ വേണ്ടി പോകും, പലിശയുമായി ബന്ധപ്പെടും. കാരണം അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു റഹീമാണ്, അതുകൊണ്ട് അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യും? പുറത്തേരും. അതാണ് മുർജിഅക്കാരുടെ. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വ്യതിചലിച്ചൊരു നിലപാട് ഈമാന്റെ വിഷയത്തിൽ ഈ മുർജിഅക്കാർക്കുള്ളത്. ഈമാൻ എന്നാൽ എന്ത്? ഉറക്കം വരുന്നുണ്ട? ഈമാൻ എന്നാൽ എന്ത്? ലുഗതൻ വിശ്വാസം, ഇസ്തിലാഹൻ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് ഈമാൻ. അത്തസ്ദീഖു ബിൽ ഖൽബി വൽ ഇഖ്റാറു ബിൽ ലിസാനി വൽ അമലു ബിൽ ജവാരിഹ് യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ. ഇതാണ് അഹ്ലുസുന്നയുടെ ഈമാനിന്റെ നിലപാട്. ഖൽബ് കൊണ്ട് തസ്ദീഖ് ചെയ്യണം, നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം ഒരാള് പിന്നെ മുസ്ലിം ആകുമെങ്കിൽ മക്കത്തുള്ള പല ആൾക്കാരും മുസ്ലിം ആവും. ഇഷ്ടംപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ നാവ് കൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞാണല്ലോ മുനാഫിഖീങ്ങൾ. പക്ഷെ ഉള്ളിലില്ല, മുസ്ലിം ആവില്ല. ഇനി തസ്ദീഖ് ചെയ്തു, പക്ഷെ അൽ ഇഖ്റാറു ബിൽ ലിസാൻ, രണ്ടാമത്തെ ഷർത്ത്, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അത് ധൈര്യത്തോ ഒളിച്ചിരിക്കൽ ഈമാന്റെ അടയാളമല്ല. എല്ലാം മനസ്സിലായി, പക്ഷെ എന്ത് ചെയ്യും? അബൂ താലിബ് സംഭവിച്ച പോലെ. അബൂ താലിബ് ഖൽബ് കൊണ്ട് തസ്ദീഖ് ചെയ്ത ആളാണ്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. പക്ഷെ ഇഖ്റാർ ചെയ്തില്ല, പുറത്ത് പ്രഖ്യാപിച്ചില്ല. മൂന്ന്, തസ്ദീഖ് ചെയ്തത്, പ്രഖ്യാപിച്ചത്, അൽ അമലു ബിൽ ജവാരിഹ്, ജീവിതത്തിൽ പ്രാവർത്തികമായി കാണണം. അതാണ് ഈമാൻ. ആ ഈമാൻ യസീദു ബിത്താഅ, അല്ലാഹുവിനുള്ള താഅത്ത് കൊണ്ട് കൂടും. വയൻഖുസു ബിൽ മഅസിയ, തെറ്റുകളെ കൊണ്ടത് കുറയും. പക്ഷെ മുർജിഅക്കാർ പറഞ്ഞു അൽ അമലു ബിൽ ജവാരിഹ് ഈമാനിൽപ്പെട്ടതല്ല. എന്താ കാര്യം? അവർ വഅദ മാത്രം സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിസ്കരിക്കുക, നോമ്പെടുക്കുക, അത് ചെയ്താൽ മതി. അതിന്റെ അപ്പുറത്ത് എന്ത് തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ഈമാനെ ബാധിക്കൂല. ഇത് ചെയ്തെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അവിടെ നിസ്കരിക്കുകയും ചെയ്യും, പിന്നെ എന്തും ചെയ്യും, കള്ളും കുടിക്കും, നോമ്പ് കൊടുക്കും, പലിശയും വാങ്ങും, എന്ത് തെറ്റും ചെയ്യും. കാരണം അവരുടെ വിശ്വാസത്തിൽ വഅദ മാത്രം അവർ സ്വീകരിച്ചു. എന്നാലോ വഈദുകളെ പൂർണ്ണമായും അവർ ഒഴിവാക്കി. അവർ പറഞ്ഞു കുല്ലു ദംബിൻ സിവ ശിർക്കി ഫഹുവ മഗ്ഫൂർ, ശിർക്ക് ഒഴികെയുള്ള ബാക്കി ഏത് പാപവും മാപ്പ് ചെയ്യപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ഫൽ ഈമാനു ലാ തദുറു മഅഹു മഅസിയ, ഈമാൻ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തെറ്റുകൾ എന്ത് വന്നാലും ഒരു പ്രശ്നമേ അല്ല എന്ന് മുർജിഅക്കാര് വാദിച്ചു. ഏതുപോലെ? കമാ ലാ യൻഫഉ മഅൽ കുഫ്രി ത്വാഅത്തുൻ, കാഫിറായിക്കൊണ്ട് എത്ര നന്മ ചെയ്താലും ഉപകാരപ്പെടാത്തതുപോലെ. മദർ തെരേസ എത്ര നല്ല സ്ത്രീയാണ്, എത്ര നല്ല നന്മകൾ ചെയ്തു, പക്ഷെ ലാ യൻഫഅ, എന്തുകൊണ്ട്? കുഫറിനോടൊപ്പമാണ് ചെയ്തത്. കുഫറിനോടൊപ്പമുള്ള നന്മകൾ ഉപകാരപ്പെടാത്ത പോലെ ഈമാനോടൊപ്പമുള്ള തെറ്റുകളും പ്രശ്നമാവൂല എന്ന് മുർജിഅക്കാര് വാദിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യും? കാണുമ്പോൾ നല്ല താടി ഉണ്ടാവും. ഒമാനിൽ ഇബാദികൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. സുൽത്താൻ ഖാബൂസൊക്കെ ആ ടീമായിരുന്നു. അതുകൊണ്ട് അവർ സൗദിനെ അംഗീകരിക്കാത്തത്. നോമ്പിലും പെരുന്നാളിനൊക്കെ സുൽത്താൻ ഖാബൂസിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആലിമീങ്ങളുണ്ട്, നമുക്ക് സൗദിന്റെ പണ്ഡിതന്മാരെയൊന്നും ആവശ്യമില്ല. അതിന്റെ കാരണം ഇതാണ്, അവർ അൽഹുസുന്നയിൽ നിന്നും പുറത്തുപോയ ടീമാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഫത്വ വന്നിട്ടുണ്ട്, ഇബാദുകളുടെ പിറകിലുള്ള നിസ്കാരം ബാത്തിൽ. അതൊക്കെ ഈ പറയപ്പെട്ടത് ഏതെങ്കിലും ഒന്നിന്റെ കൂടെ ആയിരിക്കും. ഈ പറയപ്പെട്ടതിന്റെ വിഭാഗം, അവാന്തര വിഭാഗം എന്നൊക്കെ പറയണ്ടല്ലോ, അതിൽ പെടും. തുടങ്ങാൻ പറ്റൂല. അത് ശരി. ഇപ്പൊ നിങ്ങൾക്ക് സംശയം എത്ര?
ഇന്ന് മൊത്തത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തുള്ള ആ ഒരു വേഷവിധാനമുള്ള ആ കെട്ടുള്ളവൻ ഇതിനാവാൻ 100% ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ യാത്രയിലാണ്, ഏതോ ഒരു പള്ളി പോയി കയറി, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, സലഫി പള്ളി ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും കയറിപ്പോയി അയാളെ തുടരാം. കാരണം അയാൾ എന്ത് അറിയില്ല, പക്ഷെ വ്യക്തമായിട്ട് അറിയുന്ന, ഇപ്പൊ മർക്കസ് കോംപ്ലക്സിൽ അവിടെ അത്ര വാങ്ങാൻ വേണ്ടി പോയാൽ അവിടെ നിന്ന് ഇക്കാമത്ത് കൊടുക്കുന്നേക്കാം, അവിടെ കയറിയിട്ട് കാര്യമില്ല. കാരണം ഒന്നാമത് ചങ്ങായി മുസ്ലിം അല്ല നമ്മുടെ നിലപാട് പ്രകാരം, ആണോ ഇല്ലയോ? മുസ്ലിം അല്ല. ഷഹാദത്ത് ബാത്തിലാവതോടുകൂടി അവന് കാഫിറായി. മുസ്ലിം നിങ്ങൾ എന്ത് പറയും? ഫൽ മുദബ്ബിറാത്തി അംറ എന്നുള്ള ആയത്തോതിട്ട് CM ആണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞോൻ മുസ്ലിമാ? പക്ഷെ അവന്റെ ബാക്കിൽ എങ്ങനെ നിസ്കാരം ശരിയാവില്ല. ഇന്നലെ കാസർഗോഡ് അഹ്കാമുൽ ജനായിസ് വായിക്കുമ്പോൾ അഹ്കാമുൽ ഷെയ്ഖ് അൽബാനിന്റെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടൊരു കിതാബുണ്ട്. അതില് ഒരു മയ്യത്തിന് വേണ്ടി സഹിഹ് ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, 100 അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ 40 മുസ്ലിമീങ്ങൾ അവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ അവർക്ക് പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ശഫാഅത്ത് ലഭിക്കും. ഹദീസ് സഹിഹാണ്. ഷെയ്ഖ് അൽബാനി ഇതിന്റെ താരീഖ്, ആര് നിസ്കരിച്ചാൽ മുസ്ലിമീങ്ങൾ അഥവാ ഈമാനിൽ ശിർക്ക് കലരാത്തവർ നിസ്കരിച്ചാൽ. അപ്പൊ ശിർക്ക് കലർന്നവന്റെ നിസ്കാരം കൊണ്ട് ഉപകാരമില്ല, കാരണം അവൻ കുഫറിലാണ്, അവൻ കാഫിറാണ്. നമ്മൾ ഇന്നവൻ കാഫിർ എന്ന് പറയില്ല, തഅയീൻ ചെയ്യലാണ് പ്രശ്നം. പക്ഷെ ഇന്ന പ്രവൃത്തി ചെയ്തവൻ കാഫിറാണ്. ഞാൻ ചോദിച്ചോട്ടെ, നീ പിന്നെ നൗഷാദ് ഹസനി പറയുന്നു, ഇന്ന് ദുനിയാവിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ അത് വിചാരിക്കണം നമ്മളെ പോലെ. ഓനെ പറ്റി എന്താ പറയണ്ടേ? എന്നാൽ നമ്മളാണ് ഓനെയും കൊണ്ടുവരും എന്തിന് മുളകെല്ലാം നടത്തി കൊടുക്കാൻ കത്തീവായിട്ട്. കക്കറും പറഞ്ഞ പോലെ ഉപ്പാപ്പ എന്ന് പറയണം ഇപ്പോഴുള്ള ആൾക്കാര്, അത്ര ഡേഞ്ചറാണ്. ഇല്ല, തൗഹീദുർ റുബൂബിയ്യത്തിൽ അവർക്ക് പ്രശ്നമില്ലാന്ന് അല്ലാഹു പറയുന്നു ഖുർആനിൽ. എന്നാൽ ഇവർക്ക് അവിടെയും പ്രശ്നമുണ്ട്. ഒരു കാരണവശാലും അംഗീകരിച്ചൂടാ. ഇല്ല, വന്നിട്ടുള്ളൂ. അവിടെയാണ് തബ്ലീഗുകാർക്ക് തെറ്റിയത്. അവരെന്താ പറഞ്ഞതറിയോ? പ്രവാചകന്മാര് വന്നത് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. തബ്ലീഗുകാർ ഇപ്പോഴും പറഞ്ഞുകൊടുക്കുന്നതാണ്, വസ്തുക്കളെ കൊണ്ട് കാര്യം നടക്കുമെന്ന് തെറ്റായ വിശ്വാസം ഹൃദയത്തിൽ നിന്ന് മാറ്റി അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യം നടക്കൂ എന്ന ശരിയായ വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടുവരിക. അതാണ് തൗഹീദുൽ റുബൂബിയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അത് തബ്ലീഗുകാർ പറയില്ല. നമ്മ പറഞ്ഞു കൊടുത്താലോ, അയാള് പൈസ വാങ്ങിയിട്ട് വിജാതിന്റെ പറ്റം പോയതാണ്. ഇല്ലാന്ന് നമ്മൾ വിഷയം കൊണ്ടുകൊണ്ടിരുമ്പോ എന്നാലും പറയാണ്ട് ശരിയാവില്ല. ഒരാൾ കല്യാണം കഴിച്ചു, ഒരു ചെറുപ്പക്കാരനെ കെട്ടി. ജാഹിലിയത്തിലാണ്, ഒന്നും നോക്കിയിട്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉളവുള്ള സലഫി പള്ളിയിൽ എങ്ങനെയോ എത്തപ്പെട്ടു. ഫത്വക്ക് തൗഹീദ് കേട്ടു, ഇവന് കാര്യം മനസ്സിലായി, ഇവ മുവഹിദായി. വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്. ഓള് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഔലിയാക്കളെ വിളിക്കണം എന്ന് ഉസ്താദ്മാര് പറഞ്ഞു, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ എന്നവള് പറയലോടുകൂടെ ആ നിക്കാഹ് ഫാസിദായി. ഇവിടെ ആ ചങ്ങ എന്ത് പറയണ്ട, ഞാൻ നിന്നെ തലാഖാക്കി എന്ന് പറയണ്ട, ഓൾറെഡി അത് പോയി. കാരണം അത് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ഇപ്പോഴും ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വന്ന നിയമത്തിലാണുള്ളത്. എങ്ങനെ? നൂഹ് നബിന്റെ ഭാര്യ കാഫിറല്ലേ, ലൂത്ത് നബിന്റെ ഭാര്യ കാഫിറല്ലേ, റസൂലുള്ളാഹി തങ്ങളുടെ 2 മക്കളെ കാഫിറിങ്ങൾക്കല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്, സൈനബ് റുഖയ്യ ആദ്യം. ഇത് ഇപ്പോഴും പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര ആയത്ത് വന്നു? വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിന്ന വലഅമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും. നിങ്ങൾ ഒരു കാരണവശാലും ശിർക്ക് ചെയ്യുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. വലൗ അഅജബത്കും, നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും. വലഅമതും മുഅ്മിന ഖൈറും മിൻ മുശ്രിക, ഒരു അടിയാത്തി പെണ്ണ് മുവഹ്ഹിദത്തുണ്ടെങ്കിൽ അവളാണ് സ്വതന്ത്ര സ്ത്രീയേക്കാൾ, ശിർക്ക് ചെയ്യുന്നവളേക്കാൾ നിങ്ങൾക്ക് നല്ലത്. വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ, നിങ്ങൾ പെൺമക്കൾക്ക് മുദിയാപ്പൻ എടുക്കുമ്പോൾ ശിർക്ക് ചെയ്തവൻ എടുക്കരുത്, അവൻ മുഅ്മിനാകുന്നവരെ. വലഅബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും, ഒരു അടിമയാണ് നിങ്ങൾക്ക് നല്ലത്, മുവഹ്ഹിദായ അടിമ മുശ്രിക്കായ സ്വതന്ത്രനേക്കാൾ. ഇത് ഖുർആനിലെ നസ്സാണ്. അതുകൊണ്ട് ശരി, ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയോട് ഒരു പെണ്ണൊരു ഫത്വ ചോദിച്ചു.
ഇതെല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറഞ്ഞല്ലോ എത്ര ആൾക്കാർ പിരിയേണ്ടിയെന്നറിയോ? എത്ര കല്യാണം ഫാസിലായിട്ടുണ്ടാവും, ആൾക്കാർ ചിന്തിക്കുന്നില്ല. നൂറിൽ 2 മാത്രമേ പക്ക മുഅ്മിൻ ഉണ്ടാവൂ. അതിൽ പെടാനാ ശ്രമിക്കണ്ടേ? അതിൽ പെടാൻ പെട്ടല്ലേ പറ്റുള്ളൂ. ഇവിടുന്ന് പോണ്ടേ? അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇവിടെ അല്ലേ? ഹാദാ യൗമുൽ ഫസ്ലി ജമഅനാകും വലവ്വലീൻ ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദുൻ. തന്ത്രവും ന്യായവും അതിവിടെയാണ്, അള്ളാന്റെ കോടതി നടക്കൂല. ഒരു പെണ്ണ് ചോദിച്ചു, ഷെയ്ഖേ ഞാന് വിവാഹിതയാണ്, മക്കളുണ്ട്, ഭർത്താവ് നിസ്കരിക്കുന്നില്ല, മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം ഉപദേശിച്ചു, പല ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കാറില്ല. അതിൽ എനിക്ക് തെറ്റുണ്ടോ? കാരണം ഭർത്താവിന്റെ ഹക്കാണ് പെണ്ണിന്റെ ശരീരം, ഭാര്യന്റെ. അത് ഞാൻ കൊടുക്കൂല. അവിടെ എനിക്ക് തെറ്റുണ്ടോ കുറ്റുണ്ടോ? മിനിമാസിന്റെ ഫത്വ എന്താ അറിയും? നീ കുറ്റക്കാരിയല്ല എന്നല്ല, നീ അയാളുടെ ഭാര്യയും അല്ല. എന്തുകൊണ്ട്? മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് കഫർ. അറിഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ്. കാഫിറായ ഒരു ആൾക്ക് മുഅ്മിനത്തായ നീ ഭാര്യയായി നിൽക്കാൻ പറ്റൂല. ഓൾറെഡി തലാഖ് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മളെല്ലാം അവസ്ഥ? എത്രയോ തൗഹീദുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നു. നമ്മളെ പെമ്മക്കൾ 18 വയസ്സായി 20 വയസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ശമ്പളമില്ല, ആ ചെറുപ്പക്കാരന് ശമ്പളമില്ല. മറ്റത് മോനെവിടെ? യുഎസിലല്ലേ ഇപ്പം അധികം ഇങ്ങോട്ടാ പോക്ക്. ഇപ്പം എന്തോ പറയുന്നുണ്ടല്ല, ഗൾഫിന് പകരം ഇപ്പൊ പുതിയൊരു സംഭവമില്ലേ? ഈ സ്റ്റുഡൻസ് എല്ലാം എപ്പോഴും പറയുന്നത് അബ്രോഡ് അബ്രോഡ് അബ്രോഡ്. അവിടെ പഠിച്ചതാണ്, അതാണ് ഇതാണ്. അക്കീദ മറ്റേ തങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റിന്റെ മോനാണ്. ഷെയ്ഖിന്റെ പള്ളിയിലെ പ്രസിഡന്റിന്റെ മോനാണ്. അതൊന്നും കുഴപ്പമില്ല, അപ്പൊ നമുക്ക് പിന്നെ മാറ്റാം. ആദ്യം കല്യാണം നടക്കട്ടെ. ആ നിക്കാഹ് ഫാസിദാണ്, ശരിയാവൂല. കാരണം ഇവൻ പെണ്ണ് മുഅ്മിനത്താണ്, ഇവനോ കാഫിറാണ്. ഇസ്ലാമിന്റെ നിലപാടിൽ. പക്ഷെ നമ്മുടെ നിലപാടിലോ താടിയുണ്ട്, ഒരു തൊപ്പിയുണ്ട്, വെള്ള കന്തുറയുണ്ട്, മുഅ്മിനാവില്ല. വളരെ ഡേഞ്ചറാണ്, വളരെ ഡേഞ്ചർ. നമ്മളെ മഹല്ലത്തിൽ തൃക്കരിപ്പൂര്, എൻ്റെ നാട്ടിൽ നമ്മൾ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവില്ല. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇമാരെല്ലാം കൂടെ കൂട്ടി പോയിട്ടാണ് ജമാഅത്താക്കും. അപ്പൊ പിന്നെ പ്രശ്നമായി, ഫിത്നയായി. അപ്പൊ എൻ്റെ ഒരു അനിയൻ പോയിട്ട് ഇമാമിനോട് ചോദിച്ചു, മൊയ്‌ദി ശൈഖിനെ വിളിക്കാൻ പറ്റുമില്ലേ? അയാൾ പറഞ്ഞു വിളിക്കാം. അങ്ങനെ നമ്മൾ ഉസ്താദ്മാര് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, എങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങളെ തുടർന്ന് നമ്മൾ നിസ്കാരം സഹിയാവൂല. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യില്ല, തുടരൂല. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പള്ളി ഉമ്മത്തിന്റെ പള്ളിയാണ്, നമ്മൾ ബാക്കിൽ വന്ന് ജമാഅത്തോടെ നിസ്കരിക്കും, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാൻ നിൽക്കരുത്. പിന്നെ മുപ്പര് മുണ്ടിയില്ല. അയാൾ സമ്മതിച്ചു, ഞാൻ ശരിക്കും വിളിക്കാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അയാൾ മുശ്രിക്കാണ്, അയാൾക്ക് നിസ്കാരമില്ല, അയാളെ തുടരാനും പറ്റില്ല. അതാണ് പറഞ്ഞത്. അഥവാ അങ്ങനെ പെട്ടാലൊക്കെ അയാളെ തുടരാം, അതിൽ സംശയമില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന, ഇപ്പം നോളജ് സിറ്റി പോയി കാണാൻ, ശരിക്കും പറഞ്ഞാൽ കാണാൻ പോകാനും പാടില്ല. അവിടെ നിന്ന് ഷിർക്കിന്റെ സ്ഥലത്തൊന്നും സന്ദർശിക്കാൻ പാടില്ല. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റെടുത്തു, എന്ത് ചെയ്യും? കേൾക്കാൻ പറ്റില്ല. ആളിപ്പോ നിൽക്കുന്ന പക്ക ഇതാണെന്നുള്ള എന്താ സംശയം? നോളജ് സിറ്റിന്റെ നമ്പർ 313 കിട്ടിയത് ബദരീങ്ങളെ വിളിച്ചിട്ട് കൊടുത്തെന്ന മൂപ്പര് പറഞ്ഞു, ഹക്കീംച്ച. അങ്ങനെ മൂപ്പര് പ്രസംഗിച്ച് ഒരിക്കലും കഴിയില്ല. ഒരു പക്ഷേ ഇസ്ലാമും കുഫറും തമ്മിലുള്ള ജിഹാദ് ഇന്ന് നടന്നാൽ ആദ്യത്തെ ജിഹാദ് ഇപ്പറഞ്ഞ സമസ്തക്കാരോടായിരിക്കും, ഒരു സംശയമില്ല. ഇനി നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ഇത് രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ പഠിക്കണം. സുന്നി എന്ന് പറഞ്ഞ സലഫി, മറ്റത് ഷീഇയ, അല്ലെങ്കിൽ മുശ്രിക്ക, മക്കത്തെ അതേ ടീമാണ്. അങ്ങനെ കാണാൻ പഠിക്കണം. അപ്പൊ മക്കൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാന്റെ ദാത്ത് കൊണ്ട് കളിക്കുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ചിന്തനല്ലോ. എത്രത്തോളം ഇപ്പൊ എപ്പോഴും പറയുന്നുണ്ട്, ദുനിയാവിൽ നമ്മൾ ഇപ്പൊ ഏറ്റവും അധികം പേടിക്കേണ്ടത് അള്ളാഹുവിന്റെ കോപം വരുന്നതിൽ ഈ ടീമിനെയാണ്. കാരണം ഇവർ അള്ളാഹിനെ കൊണ്ട് കളിക്കുന്ന ടീമാണ്. മറ്റത് അസ്ലിയായ കാഫിര്യങ്ങളാണ്. ഇതല്ല, മക്കത്തെ ടീമിന്റെ അതേ കളി, അള്ളാഹുവിന്റെ ദാത്തിൽ കയറി കളിക്കുക. ഇതിൻ്റെ ഇടക്ക് അമ്പലക്കടവിന്റെ ഇത് കേട്ടു. ഇപ്പൊ ഇന്നലെ ഞാൻ
കാസർഗോഡ് വരുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ അനിയനുണ്ടായിരുന്നു കൂടെ. ഞാൻ പറഞ്ഞു തമാശ നമുക്ക് എന്തെങ്കിലും കോമഡി കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ അവൻ പറഞ്ഞേ കോമഡി കാണാം, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ നല്ല കോമഡി ഉണ്ടാ, ഞാൻ വെച്ചുതരാം. അതിന് പേരോടില്ല പ്രസംഗം വെച്ചു കൊടുത്ത് കാണുവാനായിട്ട്. അപ്പൊ അതില് മൂപ്പര് പറയുന്നുണ്ട്, ഈ അമ്പലക്കടവിന്റെ ഒരു പിന്നെ ഇതില്ലേ ഒരു ക്ലിപ്പ്, ഹുസൈൻ സലഫിന്റെ പഴയ നാദാപുരത്തെ ഇത് ഖണ്ഡനം. അമ്പലക്കടവ് കൂളായിട്ട് പറയാണ് ഇസ്തിഹാസന്റെ ഒരു ഗുണം. അതായത് അള്ളാനെ മാത്രം വിളിക്കാന്ന് പറഞ്ഞാൽ KSRTC ബസ് പോകുന്ന പോലെയാണ്. അതേസമയത്ത് ഔലിയാക്കളെ വിളിച്ചാലോ ബെൻസ് കാറ് പോകുന്ന പോലെ. ഇയാളെ ഹുക്കം എന്താണ്? ഇയാള് ഇസ്ലാമിക ഭരണാധികാരി, ഇയാളെ പറ്റി എന്ത് പറയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കല് പോരാ, കാരണം പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാൽ ഔലിയാക്കളെ വിളിച്ചാലോ? അതേസമയത്ത് അള്ളാഹ് പറഞ്ഞതോ പോയില്ലേ, ഖുർആന്റെ നസ്സിൽ നിഷേധിച്ചില്ലേ, കാഫിറായില്ലേ. എന്നാൽ നമ്മക്ക് ഇപ്പോഴും പറയണ്ടപ്പാ ഇതിനങ്ങനെയല്ല പറയുന്നത് ആവില്ല. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്, സൂറാക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറ്റൂല. ഖൈർ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നമ്മൾ എവിടെയാ പറഞ്ഞു വന്നത്? അത് പോയി. മുർജിഅക്കാര് ഈമാനിൽ എന്തുൾപ്പെടുത്തിയില്ല, അൽ അമലു ബിൽ ജവാരിഹ്. അതിന്റെ കാരണം ഇതാണ്. അവരെന്ത് പറയുന്നു? മുഅ്മിനായാ മതി, എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ഈമാനെ ബാധിക്കൂല. ഏതുപോലെ കാഫറായിക്കൊണ്ട് എന്ത് നന്മ ചെയ്താലും അതിന്റെ ഗുണം കിട്ടാത്തതുപോലെ. എന്നാലോ വഈദിയക്കാര് ഖവാരിജികളിൽപ്പെട്ട ഒരു ടീമാണ്. ഞാൻ പറഞ്ഞു വന്നതാണ്. ആ ഒരു വിശ്വാസ നിലപാടാണ് ഒമാനിലുള്ള ഈ ഇബാദികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ. കാരണം അവർക്ക് മുഅ്മിനായാ മതി, എന്ത് ചെയ്താലും പ്രശ്നമില്ല. എന്നാലോ വഈദിയക്കാര്, അതായത് രണ്ടാമത്തെ വിഭാഗം, ഒരു വിഭാഗം വഅദ അങ്ങനെ സ്വീകരിച്ചു, അള്ളാന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചു, അംഗീകരിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? വഈദുകളെ സ്വീകരിച്ചതേയില്ല. വഅദ അള്ളാഹ് ഇത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടും, മറ്റെന്ത് ചെയ്താലും. അതാണ് വിശ്വാസം. വഈദിയക്കാര് പറഞ്ഞു താക്കീത് ചെയ്യപ്പെട്ട നസ്സുകളിൽ അവരെന്ത് ചെയ്തു? അമിതത്വം കാണിച്ചു. വഅദയെ അവര് പരിഗണിച്ചില്ല, വഈദുകളെ ഭയങ്കരമായി പരിഗണിച്ചു. അവരെന്ത് പറഞ്ഞു? പാപങ്ങൾ ചെയ്തവൻ കാഫിറാകുമെന്ന വാദം പറഞ്ഞു, ഗുലുവ് കാണിച്ചു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വഈദാൻ, അള്ളാഹുവിന്റെ താക്കീതാണ്. അത് ചെയ്തവൻ കാഫിറാകുമെന്നവർ വാദിച്ചു. കേട്ടോളിയ, ഇതാണ് ഈ നിലപാടിലുള്ള വ്യതിരിച്ച രണ്ട് വാദങ്ങൾ. അഥവാ അള്ളാഹുവിന്റെ നുസൂസുൽ വഅദി വൽ വഈദ്, അള്ളാഹു അടിമക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിലും അതേപോലെ അടിമക്ക് നൽകപ്പെട്ട താക്കീതുകളിലുമുള്ള അഹ്ലുസുന്നയിൽ നിന്നും വ്യതിചലിച്ച രണ്ട് വിഭാഗത്തിന്റെ നിലപാടുകൾ. ഒന്ന് മുർജിഅക്കാരാണ്, അവർ വഅദുകളെ മാത്രം സ്വീകരിച്ചു, അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. എന്നാലോ വഈദുകൾ, താക്കീതുകളെ പൂർണ്ണമായും അവഗണിച്ചു. അവർ പറഞ്ഞു ഈമാൻ ഉണ്ടായാൽ മതി, എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സ്വർഗത്തിലേക്ക് പോവാം. അതാണ് മുർജിഅക്കാരുടെ വാദം. എന്നാൽ ഇപ്പുറത്ത് വഈദിയ എന്ന് പറയുന്ന ടീമാണ്. അവർ ഖവാരിജികളിൽപ്പെട്ട മുഅ്തസിലകളിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ വാദപ്രകാരം അവരെന്ത് ചെയ്തു? വഈദിൽ ഗുലൂബ് കാണിച്ചു. അതായത് വഅദ അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ വഈദിൽ അമിതത്വം കാണിച്ചു. എന്ത് ചെയ്തു? തെറ്റുകൾ, കബായിറുകൾ, പാപങ്ങൾ ചെയ്തവൻ കാഫിറാകുമെന്നും അയാൾ നരകത്തിൽ ശാശ്വതനായിരിക്കുമെന്നുള്ള അമിതമായ ഒരു നിലപാട് ആ വിഷയത്തിൽ അവർ സ്വീകരിച്ചു. എന്നാലോ അഹ്ലുസുന്ന വൽ ജമാഅ ഇത് രണ്ടിന്റെയും ഇടയിലാണ്. അവരുടെ നിലപാട് വഹും യഖുദൂന ബിനുസൂസിൽ വഅദി വൽ വഈദ്, വഅദിന്റെയും വഈദിന്റെയും നസ്സുകൾ അഹ്ലുസുന്ന സ്വീകരിക്കും, അല്ലാഹു തന്ന വാഗ്ദാനങ്ങളെയും താക്കീതുകളെയും. ഫയജ്മഊന ബൈനൽ ഖൗഫി വർ-റജാ, ഇത് രണ്ടും സ്വീകരിക്കുന്നത് കൊണ്ട് അഹ്ലുസുന്ന എപ്പോഴും പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിലായിരിക്കും. അവർക്ക് എന്താണ് പ്രതീക്ഷ? അള്ളാഹ് ഇങ്ങനെ വഅദ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് അവൻ തരും. എന്നാൽ ഭയമോ? ഇങ്ങനെ ചെയ്താൽ താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്, പേടിയും. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ. അതാണ് അഹ്ലുസുന്നയുടെ വിഷയത്തിലുള്ള നിലപാട്. വലാ യുഫർരിതൂന ഫീ നുസൂസിൽ വഈദി കൽ മുർജിഅ, മുർജിഅക്കാരെ പോലെ വഈദിന്റെ നസ്സുകളെ പൂർണ്ണമായും അവഗണിക്കൂല. അതായത് നമുക്ക് തൗഹീദ് ഉണ്ടായാൽ മതി,
അവിടെ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്ന് അഹ്ലു സുന്ന പറയൂല. അതേപോലെ വഈദിയക്കാരെ പോലെ തെറ്റ് ചെയ്തു പോയാൽ പിന്നെ ഇസ്ലാം എന്ന് പുറത്തായി എന്ന വാദവും അവർക്കില്ല. എന്നാലോ അഹ്ലു സുന്ന പറയുന്നു, അള്ളാന്റെ വഅദ സ്വീകരിച്ച്, അതായത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യേണ്ടത് ചെയ്ത് അള്ളാഹുവിൽ നിന്ന് വഅദ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അഥവാ അവൻ താക്കീത് ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വഈദിയക്കാർ പറഞ്ഞത് അവർക്ക് എന്തില്ല, പുറത്തു കൊടുക്കുകയേ ഇല്ല, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്നാണ്. ഇല്ല, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, എന്താണോ നമ്മൾ അങ്ങോട്ട് അള്ളാഹു കൊടുക്കേണ്ടത് കിട്ടാൻ അത് കൊടുക്കുക, തടസ്സമായി വരുന്ന പാപങ്ങൾ എന്താണോ അതിനെ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയാൽ തന്നെ ഒരുപക്ഷെ ശിർക്കും കുഫറും ഒഴിച്ചുള്ള ബാക്കി എന്ത് പാപവും അള്ളാഹു നാളെ ആഖിറത്തിൽ പൊറുക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് അഹ്ലു സുന്ന വൽ ജമാഅന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അതുകൊണ്ട് രണ്ടിലും പെട്ടുകൂടാ. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. ഈ പറഞ്ഞ പോലെ സൂഫികളിൽപ്പെട്ട ത്വരീഖത്തിന്റെ അഹ്ലുകാർ. ഈ ത്വരീഖത്ത് യഥാർത്ഥത്തിൽ വന്നതേ ഈ പറയപ്പെട്ട ഓരോ ത്വരീഖത്തിന്റെയും ഉത്ഭവം അന്വേഷിച്ച് ഇങ്ങനെ പോയാൽ ഈ 72 ഏതെങ്കിലും ഒന്നിന് മുട്ടും. അതിൻ്റെയും അങ്ങോട്ട് പോയാൽ ഒരു ജൂതനിൽ നിർബന്ധമായും എത്തും. അത് ഉറപ്പാണ്, സംശയമില്ല. അല്ലെ മറ്റേ ആലുവ തരീക്കത്തായിരിക്കും അല്ലേ? അതായത് സലഫികൾ അൽഹംദുലില്ലാ അവർക്കൊരു, പക്ഷെ നമ്മൾ പഠിക്കണം. ഇൽമ് നിർബന്ധമാണ്. ഇൽമൊരു പരിചയമാണ്. ഇൽമൊരു പരിചയമാണ്. അള്ളാഹു പറഞ്ഞല്ലോ, പിന്നെ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ഉലമാ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വന്നത്? ഷേഖന്മാര്, മശായിഖന്മാര്, പള്ളിയിൽ കത്തിവെച്ച ഇൽമുള്ളവൻ. കച്ചവടക്കാരനും ആലിമാവാം, കൃഷിക്കാരനും ആലിമാവാം, എഞ്ചിനീയർക്കും ആലിമാവാം, ഡോക്ടറിനും ആലിമാവാം. അതിന് സമയം കണ്ടെത്തി പഠിക്കണം. കാരണം ഇൽമൊരു പരിചയമാണ്. ഇൽമൊരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരൂല. ഖലീഫ ഹാറൂൺ റഷീദിന്റെ 2 മക്കളില്ലേ? ആരൊക്കെ? അമീനും മഅ്മൂനും. പ്രസിദ്ധരാണ് 2 ആൾക്കാർ, അമീനും മഅ്മൂൻ. ഇവർക്ക് ഹദീസ് പഠിപ്പിക്കാൻ ഇമാം മാലിക് റഹ്മഹുല്ലാഹിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു, മുവത്ത ഓതി കൊടുക്കാൻ. മാലിക് റഹ്മഹുല്ലാ വന്ന പട്ടാൾക്കാരോട് പറഞ്ഞു, അൽ ഇൽമു ലാ യഅതി ബലിൽ ഇൽമു യുഅതാ. ഇൽമു ഇങ്ങോട്ട് വരൂല. ഇൽമു വേണമെങ്കിൽ തേടി പോയിട്ട് പഠിക്കണം. വിട്ടു, 2 മക്കളെയും പഠിക്കാൻ വിട്ടു ഖലീഫ ഹാറൂൺ റഷീദ്. ഒരിക്കൽ ഖലീഫ ഇമാം മാലിക് റഹ്മഹുല്ലാഹിന്റെ പുറക്കേക്ക് വന്നു. ഇൽമിന്റെ മഹത്വമാണ്. അപ്പൊ കാണുന്ന കാഴ്ച, ഈ അമീൻ മൂത്തമോൻ ഇമാമിനെ വുളൂ ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടപ്പം ഖലീഫയെ കണ്ടപ്പോൾ ഇമാമിനൊരു പേടിയായി. കാരണം ഖലീഫ രാജാവാണ്, രാജകുമാരനെ കൊണ്ടാണ് ഖിദ്മത്ത് ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹം നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഖലീഫ പറഞ്ഞു, അവൻ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു തന്ന് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ കാലുകൾ കഴുകുന്നതിനേക്കാളും എനിക്കിഷ്ടം അവൻ ഒരു കൈ കൊണ്ട് വെള്ളമൊഴിച്ച് മറ്റേ കൈ കൊണ്ട് നിങ്ങളുടെ കാല് കഴുകിത്തരുന്നതായിരുന്നു. ഇൽമിന്റെ മഹത്വതാണ്. അത് തേടണം. അതാ ഇബ്നു അബി റബിയ, മക്കയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, കുള്ളനായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാര് പറയുന്നുണ്ട്, അദ്ദേഹം നിന്നാൽ നമ്മുടെ ഒരാൾ മുട്ടുകുത്തി നിൽക്കുന്ന അത്ര നീളേ ഉണ്ടാവുള്ളൂ. പക്ഷെ മക്കയിലെ ആലിം. ഇപ്പോഴും തഫ്സീറുൽ ഹദീസിലൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് കാണാം. ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കത്ത് ഹജ്ജിന് പോയപ്പോൾ കൂടെ മക്കളൊക്കെ ഉണ്ട്. ഒരു മസലയിൽ ഇപ്പൊ വ്യത്യാസം വന്നു. ഹജ്ജാജ് വിളംബരം ചെയ്തു, ആരാളുണ്ട് മസല ചോദിക്കാൻ പറ്റിയ ആലിം. എല്ലാവരും വിരൽ ചൂണ്ടിയത് അത്താഇന്റെ വീട്ടിലേക്കാണ്. ചെറ്റക്കുടില് കിങ്കരന്മാര് പോയിട്ട് വാതിൽ മുട്ടി. അത്താവ് വാതിൽ തുറന്നു. റഹ്മഹുല്ലാ, എന്താ? ഹജ്ജാജ് ബിൻ യൂസുഫ് വന്നിട്ടുണ്ട്, ഒരു മസല അറിയാൻ. ഉപരി വായിലടച്ചു. ഹജ്ജാജ് കുറേ സമയം കാത്തു നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. ആ പറ, എന്താ മസല ചോദിക്കേണ്ടത്? അതായത് ഇതിന് ഒരുങ്ങിയിട്ട് വന്നു, ഇൽമു പറയാനല്ലേ. അപ്പൊ പറഞ്ഞു, ഇതാണ് മസല പറഞ്ഞു. ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കളോട് പറഞ്ഞു, മക്കളെ, ബാപ്പയെ പോലെ ആവാൻ ശ്രമിക്കണ്ട, അത്താഇനെ പോലെ ആവാൻ ശ്രമിച്ചോളൂ. അതാണ് ഇൽമിന്റെ മഹത്വം. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ഖലീഫ ആ കുടിലിന്റെ വാതിൽക്കൽ കാത്തിരുന്നത് അത്താഇനെയല്ല, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഇൽമിനെയാണ്. അതുകൊണ്ട് നമുക്ക് അതുണ്ടാവണം. കാരണം നിലപാടുകളിൽ കൃത്യതയുണ്ടാവും, കണിശതയുണ്ടാവും. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.